നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഐറ്റം പാൽക്കപ്പയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക്. പാൽക്കപ്പ ഉണ്ടാക്കാൻ നമ്മൾ ഒരു 3 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് ചെറുതായി അരിയാം. നമ്മൾ കപ്പ അരിഞ്ഞേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കുറച്ചുകൂടെ വലുതായിട്ട് വേണമെങ്കിൽ അരിയാം. നമ്മൾ അരിഞ്ഞേക്കുന്നത് മീഡിയം പരുവത്തിലാണ്. ഇനി നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടി ഒരു 3 തേങ്ങ എടുക്കുകയാണ്. ഇതിപ്പോൾ 3 കിലോ കപ്പ കൊണ്ടാണ് 3 തേങ്ങ എടുത്തിട്ടുള്ളത്. പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് കത്തിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പ അതിലേക്കിടാം. ആദ്യം നമുക്ക് വേണ്ടത് കപ്പ വേവിക്കണം. അതിനുള്ള ഒരു 3 കിലോ കപ്പയായിരുന്നു നമ്മളെടുത്തത്. അത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ചെറിയ വേവേ ആയിട്ടുള്ളൂ. നമ്മളത് നല്ലോണം ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എടുത്ത് നോക്കാം. കപ്പ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കപ്പ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി കൊച്ചുള്ളിയും പച്ചമുളകും ചതച്ചത് നമ്മൾ കപ്പയിൽ ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ കപ്പയിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് ഇടുകയാണ്. കടുകിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ലോണം ചൂടായാലേ കടുകിടാവുള്ളൂ, അല്ലെങ്കിൽ പൊട്ടത്തില്ല. ഇനി അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞത് ഇടുകയാണ്. അത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളിയൊന്ന് നല്ലതുപോലെ വാടിക്കിട്ടണം. ഇനി നമ്മളൊരു 5-6 വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് അവസാനം എടുത്ത് വലിച്ചെറിയുന്ന സാധനം കറിവേപ്പില. അത് ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കുക. നല്ല രീതിയിൽ അടുക്കി പിടിക്കാത്ത രീതിയിൽ മിക്സാക്കുക. അങ്ങനെ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിത് കപ്പയിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്വാദിഷ്ടമായ നല്ലൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.